രണ്ടുപേരും കണ്ടുമുട്ടിയത് CVS മണ്ണുത്തി, കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണുത്തി വെച്ചിട്ടാണ്. അപ്പം 2 ബാച്ചായിട്ടാണ്, 2 ഡിവിഷനാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു. പിന്നെ ഇന്റർ ക്ലാസ് ആർട്സ് വന്നപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അവിടെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ദേവിയുടെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഡാൻസ് കളിക്കുന്നൊരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഞാനൊരു ഡ്രാമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഒരു നായികനെ വേണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഓർത്തൊക്കെ അഭിനയിക്കുമായിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ ആളെ ബാക്കിയുള്ള ബാച്ച്മേറ്റ്സിനോടൊക്കെ പറഞ്ഞ് ആളെ സെലക്ട് ചെയ്യിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആൾക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയത്തൊന്നുമില്ല, അഭിനയിക്കാനും വലിയ കഴിവൊന്നുമില്ല. പിന്നെ അങ്ങനെ സംസാരിച്ച് ഞാനാട്ടോ പക്ഷെ പുറകെ പോയത്. ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ അവസാനമൊക്കെ എത്തിയപ്പോഴാണ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വന്നു. വീട്ടിൽ ഭയങ്കര വിഷയമായിരുന്നു, എൻ്റെ വീട്ടിലും വിഷയമായിരുന്നു, അവളുടെ വീട്ടിലും വിഷയമാണ്. പിന്നെ അത് സംസാരിച്ച് അവളും സ്ട്രോങ് ആയിട്ട് നിന്നു. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നമില്ലാണ്ട് ഇവിടം വരെ എത്തി. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ ആണ്. 5-6-7 കൊല്ലമായി. 7 കൊല്ലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനൊരു നിങ്ങളുടെ ജീവിതത്തിലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസം. അതിൻ്റെ റൊമാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അതായത് ഇതിന് എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല, ശരി വരുന്നില്ല. നമ്മള് സാധാ റൊമാൻസ് ഒന്നും വരുത്തൊന്നുമില്ല. ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരെയും കാണാൻ പറ്റി. പണ്ട് തൊട്ടുള്ള ഇപ്പം നമ്മൾ കുഞ്ഞുനാൾ കണ്ട ആൾക്കാർ വരെ വന്ന് നമ്മളെടുത്ത് സംസാരിച്ചു, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു എന്നൊക്കെ പറയുമ്പോഴത്തേന് നല്ല സന്തോഷമുണ്ട്. അതായത് നമ്മൾ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ കണ്ടിരുന്ന ആൾക്കാർ വരെ വന്ന് നമ്മളുടെ അടുത്ത് വിശ്വസ് പറയുന്നു, എല്ലായിടത്തും കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരെയും പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും പേരെ കണ്ട് എല്ലാവരുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നല്ലൊരു സന്തോഷമുണ്ട്. പിന്നെന്താ, ഇനിയാണല്ലോ ജീവിതം, കഥ ഇനി ആരംഭിക്കാൻ പോകുന്നു. നമ്മുടെ പരിപാടി നന്നായിട്ട് പോകാൻ സഹകരിച്ച എല്ലാവരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കുന്നു. പരിപാടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.